മധ്യപൂർവേഷ്യയിൽ അതീവ ആശങ്ക വിതച്ചുകൊണ്ട് ഇറാനും ഇസ്രയേൽ അമേരിക്കൻ സഖ്യത്തിനും ഇടയിലുള്ള സൈനിക പോരാട്ടം കൂടുതൽ വന്യമായ തലത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇസ്രയേലിലെ വിവിധ തന്ത്രപ്രധാന മേഖലകളെ ലക്ഷ്യമിട്ട് ഇറാൻ പുതിയൊരു ഘട്ട മിസൈൽ ആക്രമണം കൂടി അഴിച്ചുവിട്ടു. ചെങ്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രയേലിന്റെ പ്രമുഖ തുറമുഖ നഗരമായ ഏലാട്ടിനും പരിസര പ്രദേശങ്ങൾക്കും നേരെയാണ് ഇറാന്റെ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും പതിച്ചതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് നഗരത്തിലുടനീളം എയർ റെയ്ഡ് സൈറണുകൾ മുഴങ്ങുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാവുകയും ചെയ്തു. ഇസ്രയേലിന്റെ സാമ്പത്തിക സൈനിക നീക്കങ്ങളിൽ അതീവ നിർണായക സ്ഥാനമുള്ള എലാട്ട് നഗരത്തെ ലക്ഷ്യമിട്ടത് സഖ്യസേനയ്ക്ക് വലിയൊരു മുന്നറിയിപ്പാണ്. ഗൾഫ് മേഖലയിലെ യുദ്ധം കൂടുതൽ വ്യാപകമാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന്റെ ഓരോ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തങ്ങളുടെ പരിധിയിലാണെന്ന് തെളിയിക്കുകയാണ് ടെഹ്റാൻ. രാത്രിയുടെ മറവിൽ കടന്നുവന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ ആരോ, അയൺ ഡോം എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉടനടി പ്രവർത്തിച്ചെങ്കിലും ചില മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആഘാതമുണ്ടാക്കിയതാണ് വിവരം. അടുത്തിടെയായി മേഖലയിലുണ്ടായ സൈനിക വിന്യാസങ്ങൾക്കും ഇസ്രയേൽ നടത്തിയ പ്രകോപനപരമായ ആക്രമണങ്ങൾക്കും മറുപടിയായാണ് ഇറാന്റെ ഈ വൻ ആക്രമണം അഴിച്ചുവിട്ടത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു നീക്കത്തിനും സമാനതകളില്ലാത്ത പ്രതികാരം നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക വക്താക്കൾ വ്യക്തമാക്കി. ഈ ആക്രമണത്തോടെ ഇസ്രയേൽ ഒട്ടാകെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങളോട് സുരക്ഷിതമായ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശം നൽകി. വ്യാപാര ആവശ്യങ്ങൾക്കും ചരക്കു നീക്കത്തിനും ഉപയോഗിക്കുന്ന പ്രമുഖ അന്താരാഷ്ട്ര നഗരങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ഇസ്രയേലിന്റെ സാമ്പത്തിക രംഗത്തെ കൂടി ആഴത്തിൽ ബാധിക്കും. ഇറാനിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ച് പ്രതിരോധ നിര തീർക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിട്ടുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വ്യോമസേനാ വിമാനങ്ങളും ഇറാന്റെ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ട്. മേഖലയിൽ യുദ്ധം പടരുമ്പോൾ ഇനിയും കടുത്ത പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ മധ്യപൂർവേഷ്യയിലെ എല്ലാ പാശ്ചാത്യ സൈനിക താവളങ്ങളെയും തങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാന്റെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ സഭയിൽ വ്യക്തമാക്കി. മിസൈൽ പതിച്ചതിനെ തുടർന്ന് പ്രകമ്പനം കൊണ്ട മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തുറമുഖത്തിന് സമീപമുള്ള ചില തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സൂചനകൾ. എന്നാൽ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നതിൽ നിന്നും ഇസ്രയേൽ സൈനിക സെൻസർഷിപ്പ് ബോർഡ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ പുറത്തു പോകുന്നതിന് ശത്രുവിന് ഗുണം ചെയ്യുമെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. മേഖലയിലുടനീളം പടരുന്ന ഈ പോരാട്ടം കേവലം ഇറാനും ഇസ്രയേലും തമ്മിൽ മാത്രം ഒതുങ്ങുന്നില്ല. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ തുടങ്ങിയ ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളും ഇറാനിന് പിന്തുണയുമായി കൂടുതൽ സജീവമായിട്ടുണ്ട്. ഒരേ സമയം വിവിധ ദിശകളിൽ നിന്ന് ഇസ്രയേലിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നത് ഇസ്രയേലി സൈന്യത്തിന്റെ മനോവീര്യം തകർക്കാൻ പോകുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ മിസൈൽ ആക്രമണം വൻ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും വഴി തുറന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ യുണൈറ്റഡ് നേഷൻസ് സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ നീക്കം നടത്തുന്നുണ്ട്. എന്നാൽ ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ നിന്നും പിന്നോട്ടു പോകാൻ തയ്യാറാകാത്തത് നയതന്ത്ര ചർച്ചകളെ നിഷ്പ്രഭമാക്കുകയാണ്. ഇസ്രയേലിലെ ഈ പുതിയ സംഭവങ്ങൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ചെങ്കടൽ, പേർഷ്യൻ ഗൾഫ് മേഖലകളിലെ കപ്പൽ ഗതാഗതം ഭീഷണിയിലായതോടെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികൾ ഭീതിയോടെയാണ് മിഡിൽ ഈസ്റ്റിലെ ഓരോ ചലനങ്ങളെയും വീക്ഷിക്കുന്നത്. യുദ്ധം നീണ്ടുപോയാൽ അത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകും. അതേസമയം ഇറാന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി കടുത്ത തിരിച്ചടി നൽകാൻ ഇസ്രയേൽ ഭരണകൂടം പദ്ധതിയിടുന്നുണ്ട്. പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും ചേർന്ന അടിയന്തര യോഗത്തിന് ഇറാൻ നൽകേണ്ട മറുപടിയെക്കുറിച്ച് തീരുമാനമെടുത്തതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ ജനതയും തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകാനിടയുള്ള അമേരിക്കൻ ഇസ്രയേൽ അക്രമങ്ങളെ ഭീതിയോടെയാണ് കാണുന്നത്. വിദേശ ഉപരോധങ്ങളും ആഭ്യന്തര അസ്ഥിരതകളും നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു വലിയ യുദ്ധത്തെ താങ്ങാൻ രാജ്യത്തിന് സാധിക്കുമോ എന്ന ചോദ്യം അവിടെയും ഉയരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ വ്യോമപാതകൾ ഭൂരിഭാഗവും അടച്ചതോടെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കടുത്ത പ്രതിസന്ധിയിലാണ്. പ്രധാന വിമാന കമ്പനികളെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള സർവീസുകൾ നിർത്തിവെക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. ഇത് ആഗോളതലത്തിൽ സഞ്ചാര മേഖലയെയും വിനോദസഞ്ചാര രംഗത്തെയും ഒരുപോലെ ബാധിച്ചു.
ഏലാട്ട് നഗരത്തിന് നേരെ നടന്ന ഈ പുതിയ മിസൈൽ ആക്രമണം മധ്യപൂർവേഷ്യൻ യുദ്ധത്തിന്റെ ഭീകരത വരും ദിവസങ്ങളിൽ വർദ്ധിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇരു വിഭാഗവും കടുത്ത സൈനിക ശക്തി പ്രകടനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ സമാധാനത്തിനുള്ള സാധ്യതകൾ വിദൂരമായി മറയുന്നു.